ഹലോ ഹലോ പറ. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആദിക്കുട്ടിനെയും കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിക്കുട്ടിൻ്റെ ഓറൽ കെയർ ഒക്കെ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദിക്കുട്ടിനെയും കൊണ്ടിരിക്കുന്നത്. അല്ലേ ആദിക്കുട്ടാ? അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് പ്രീവിയസ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിനകത്തൊക്കെ, അപ്പോൾ കുഞ്ഞിനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിനകത്താണല്ലോ കൂടുതലും കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചു കുഞ്ഞിൻ്റെ പേസ്റ്റ് ബ്രഷ് എങ്ങനെയാണ്, ബ്രഷിങ്ങും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല, ഞാനതങ്ങ് വിട്ടു. എന്തോ റിപ്ലൈ കൊടുത്ത് ഞാനങ്ങ് വിട്ടു. അപ്പം വീണ്ടും ആ കുട്ടി തന്നെ എനിക്ക് ഒരു ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യമായിട്ട് തന്നെ ചോദിച്ചതാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ എങ്ങനെയാണ് ഞാൻ പല്ലും വായും ഒക്കെ ക്ലീൻ ചെയ്യുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ ഡെമോ ഒന്നും ഇല്ല കേട്ടോ. ഇതിനെ പല്ലൊക്കെ കാണിക്കുന്നത് ഇയാൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദിക്കിപ്പം 3 വയസ്സ് ആയി. ആദിക്ക് 1 വയസ്സിന് മുമ്പേ തന്നെ പല്ലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 1ാം പിറന്നാളിന് അവന് 4 പല്ല് ഉണ്ടായിരുന്നു കേട്ടോ. 4 പല്ലുണ്ടായിരുന്നു. താഴെ 2ഉം മേളിൽ 2ഉം ഒക്കെ ആയിട്ട് കറക്റ്റ് ഓർമ്മയില്ല. പല്ലുണ്ടായിരുന്നു, കാരണം വീഡിയോ ഒക്കെ ചിരിക്കുമ്പോൾ പല്ലുണ്ട്. അപ്പോ പല്ലുണ്ട്. ഈ സ്റ്റിക്കിയോ? എന്തോന്ന് സ്റ്റിക്കി? മോൺസ്റ്റർ. ആ ശരി ശരി, ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോവും. പുള്ളി വേറെ ഏതോ ഒരു ലോകത്ത് പോകും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് ഇവൻ്റെ പല്ല് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യമൊരു 1 വയസ്സായപ്പോഴേക്കും 4 പല്ലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ബ്രസ്റ്റ് ഫീഡിങ്ങും ഉണ്ടായിരുന്നു, ആദ്യക്ക് ബോട്ടിൽ ഫീഡിങ്ങും ഉണ്ടായിരുന്നു. 2ഉം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലെപ്പോഴും പല്ലിന് പ്രശ്നമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇപ്പോൾ ബോട്ടിൽ മിൽക്ക് ആയാലും കൊള്ളാം, ബ്രസ്റ്റ് മിൽക്ക് ആയാലും 2ഉം പല്ലിന് കേടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. പല്ല് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ജൈവിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മുടെ പല്ല് എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലും ജനറ്റിക്കൽ പ്രശ്നങ്ങൾ കാരണം പല്ലിന് കംപ്ലയിൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ക്ലീൻ ചെയ്യാം അവൻ്റെ. പിന്നെ അവൻ്റെ യോഗം പോലിരിക്കും പല്ലൊക്കെ നല്ലതായിട്ട് വരുന്ന, ചീത്തയായിട്ട് പോകുന്നതൊക്കെ ഉള്ളത്. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ല് തുടക്കം അമ്മയിൽ നിന്നാട്ടെ, എൻ്റെ പല്ല് ഭയങ്കര പ്രശ്നങ്ങളുള്ള പല്ലുകളാണ്. എനിക്കൊരു ഓർമ്മ വെച്ച പ്രായം മുതൽ ഞാൻ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നൊരു വ്യക്തിയാണ്. ഞാൻ നന്നായിട്ട് പല്ല് കെയർ ചെയ്യാറുണ്ട്. എൻ്റെ സ്കിൻ കെയറിനേക്കാളും എൻ്റെ ഹെയർ കെയറിനേക്കാളും എൻ്റെ ബോഡി കെയറിനേക്കാളും സൂപ്പറായിട്ട് ഞാൻ എൻ്റെ ഓറൽ കെയർ ആണ്. പക്ഷേ അതിൻ്റെ ഞാൻ എത്രത്തോളം കൊടുക്കുന്നോ അതിൻ്റെ ഒരു 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 1/4 ഭാഗം പോലും എനിക്ക് തിരിച്ച് എൻ്റെ പല്ലുകൾ തരാറില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമാണെങ്കിലും അടിയിൽ നിന്ന് പണി തന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു ഡെന്റിസ്റ്റിന് പുറമേ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വളരെ രൂക്ഷമായിട്ടുള്ള ഇഷ്യൂസാണ് എൻ്റെ പല്ലിന് വരാറുള്ളത്. അയ്യോ, എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടോ അമ്മ പറയുന്നത് കേട്ടിട്ട്? അമ്മ എന്തേ പറയുന്നല്ലേ? അയ്യോ, ഇയാളിങ്ങനെ നിഷ്കു കളിച്ചിരിക്കാതെ. അപ്പം മുടിയൊക്കെ വല്ലാതിരിക്കുന്നു. കുട്ടിയൊന്നും മിണ്ടണില്ല. വാട്ട് ഹാപ്പൻഡ്? മുടിക്ക് എന്തോ പറ്റി? കഞ്ഞിയോ? വിശക്കുന്നോ? ഈച്ച കയറിപ്പോയോ? അപ്പോൾ എൻ്റെ പല്ലിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഡെന്റിസ്റ്റിന് ഇങ്ങനെ അവർക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാവത്തില്ല. എക്സ്റേ എടുത്താലേ മനസ്സിലാവത്തുള്ളൂ എൻ്റെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ. അതായത് റൂട്ടിൽ നിന്നാണ് എൻ്റെ പല്ലിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല്ലിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ എനിക്കൊരു 3, 4, 5 സിറ്റിംഗ് കാണും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കേട്ടോ. അത് ഞാൻ വർഷങ്ങളായിട്ട് ചൈൽഡ്ഹുഡ് മുതലേ കാണുന്ന ഒരു ഡോക്ടർ തന്നെയാണ്. കാരണം പുള്ളിക്ക് എൻ്റെ മൗത്ത് കണ്ടീഷൻസ് അറിയാം. അപ്പം
നമ്മൾ ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ, കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഞങ്ങൾക്ക് പല്ലിന് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ചേട്ടൻ പലപ്പോഴും പറയും നമുക്ക് ഇവിടെ എന്നാൽ ഡോക്ടറിനെ ഏതെങ്കിലും കാണിക്കാം. പക്ഷേ നമുക്ക് ഉള്ളിൽ ആ ഒരു എനിക്ക് ആ ഡോക്ടറിനെ എനിക്ക് ആ ഡോക്ടറിനെ കാണിച്ചാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. പിന്നെ ഇപ്പോൾ ചേട്ടൻ പറയും പിന്നെ കൂടുതൽ എന്താ നമുക്ക് നിന്റെ ഇഷ്ടം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാറുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും കാര്യമില്ല, പല്ലെല്ലാം കേടാ. അത് ജനറ്റിക് ഇഷ്യൂ ആണ്. മീൻസ് അച്ഛൻ്റെയോ അമ്മയുടെയോ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് പല്ലിനൊക്കെ എന്നാലും അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും പല്ലിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, എനിക്കാണ് ഭയങ്കര പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കെയർ ചെയ്തിട്ടും അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പല്ലുള്ള ഒരു അമ്മയുടെ മകനാവുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ഈ ജനറ്റിക്കലി ഈ പന്ന കാര്യങ്ങൾ ഇങ്ങനെ, അതായത് ചീത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൊച്ചിനും ഇനി എൻ്റെ പല്ലിൻ്റെ ഗുണം കിട്ടുന്നതെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ പല്ല് നല്ല പല്ല കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ നല്ല പല്ലുകളാണ്, ദൈവമേ ടച്ച് വുഡ്, ഹെൽത്തി ടീത്ത്സ് ആണ് പുള്ളിക്ക് അങ്ങനെ പല്ല് വേദന ഒന്നും പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ പല്ല് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. ഈ ബോട്ടിൽ മിൽക്ക്, കം ടു ദ പോയിന്റ്, ബോട്ടിൽ മിൽക്കും ബ്രസ്റ്റ് മിൽക്കും കുടിക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 വയസ്സ് മുതൽ ഞാൻ അവന് ഈ നമ്മുടെ സിലിക്കൺ ടൂത്ത് ബ്രഷ് ഇല്ലേ, ഫിംഗർ ബ്രഷ് എന്ന് പറയുന്നത്, സിലിക്കൺ ഫിംഗർ ബ്രഷ്, ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിക്കാം. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെന്തൊരു ഫംഗസ് ബാധ വന്നു, അതിലൊരു കറുപ്പ് ഇതുപോലെ വന്നു. പിന്നെ ഞാനത് കളഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ടൂത്ത് ബ്രഷ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ഫംഗസ് പോലെ ഒന്ന് എത്ര കഴുകിയിട്ടും അത് ശരിയായില്ല. പിന്നെ ഞാൻ അത് കളഞ്ഞത്. ഞാൻ കുറേ നാൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ബാത്റൂമിൽ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഈർപ്പത്തിൽ അതിനൊരു ഇത് വന്നതാണ്, ഫംഗൽ എന്തോ ഇത് വന്നതാണ്. അതിന് കളയേണ്ട വന്നു. ഒരു ഫിംഗർ സിലിക്കൺ ബ്രഷാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത്. ഒരു 1.5 വയസ്സ് മുതൽ ഞാനത് ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫിംഗറിലിട്ടിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ, അപ്പോൾ ഇവിടെ ഒന്നും പല്ലൊന്നും ഇല്ല, ഈ പല്ലല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ നാക്കിയൊക്കെ വിടത്തേ ഉണ്ടായിരുന്നുള്ളൂ, തുപ്പത്തും ഒന്നുമില്ല അവൻ. ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചൊക്കെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനോട് ഞാൻ ഇങ്ങനെ കാണിക്കും. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ പല്ല് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു എൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു 1.5 വയസ്സ് മുതൽ ഞാൻ സിലിക്കൺ ബ്രഷ് യൂസ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്ന നാട്ടിൽ നിന്നാണ് തോന്നുന്നത്, ഇവിടെ നിന്നാണ്. 2 വയസ്സൊക്കെ ആകാറായപ്പോഴാണ് ഞാൻ നോർമൽ ബ്രഷ് ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത്. കുഞ്ഞുങ്ങളുടെ നമ്മുടെ ഇത്ര മന്ത്സ് എഴുതിയ ബ്രഷ് കാണുമല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. ഞാൻ അതൊക്കെ തേക്കുമ്പോൾ അഴകിതേമ്പി അഴുക്കൊക്കെ പോകുന്നത്. പിന്നെ ചേട്ടൻ പറയടി ആനപ്പല്ലല്ല, കുഞ്ഞിപ്പല്ല, നീ അതുപോലെ തേക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. എന്നാലും ഞാൻ ഡെയിലി 2 നേരം ഒരു പല്ല് തേക്കും. പിന്നെ ഇങ്ങോട്ട് ഞാൻ അപ്പം 2 വയസ്സ്, 2ാമത്തെ വയസ്സിന് ശേഷം ഇവൻ്റെ എല്ലാ ബർത്ത്ഡേകളും നാട്ടിൽ വെച്ചാണല്ലോ. അപ്പോൾ 2ാമത്തെ ബർത്ത്ഡേക്ക് നാട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പല്ല് ഡോക്ടറിനോട് തന്നെ ഞാൻ ചോദിച്ചു, ഇതുപോലെ ഡോക്ടറെ എനിക്ക് കുഞ്ഞിന് ഇത്ര വയസ്സായി, ഇത്ര മാസമായി, എനിക്കൊരു ടൂത്ത് പേസ്റ്റ് സജസ്റ്റ് ചെയ്യാന്ന് വെച്ചപ്പം ഡോക്ടർ എനിക്ക് എഴുതി തന്ന ടൂത്ത് പേസ്റ്റ് ആണ് ഇവന് ആദ്യമായിട്ട് തേക്കുന്നത്. അതിൻ്റെ ട്യൂബ് ഞാൻ മിസ്സായിപ്പോയി. പക്ഷേ എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ, ഇവിടെ ഞാൻ ആഡ് ചെയ്തേക്കാം. ആ ഒരു പേസ്റ്റാണ് ഞാൻ ആദ്യക്കൂട്ടിന് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ എഴുതിയതാണെങ്കിലും വളരെ കുഞ്ഞുങ്ങളുടെ എത്രയാണെങ്കിലും എന്തെങ്കിലും കെമിക്കൽസും കാര്യങ്ങളൊക്കെ കാണും, വളരെ ജസ്റ്റ് തൊട്ടേ എടുക്കാവൂന്ന് പറഞ്ഞു. അങ്ങനെ ആ ടൂത്ത് പേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് അതിക്ക് യൂസ് ചെയ്തത്. ഇവൻ തുപ്പും കേട്ടോ, ഇവൻ കുഴി തുപ്പുകയൊക്കെ ചെയ്യും. പിന്നെ എത്രയ്ക്കായാലും അംശങ്ങളൊക്കെ ഉള്ളിൽ പോലും സ്ട്രോബെറി ഫ്ലേവറിലുള്ള ടൂത്ത് പേസ്റ്റ് ആയിരുന്നു ഫസ്റ്റിൽ ഇവന് യൂസ് ചെയ്തത്. നമ്മുടെ ക്ലോസപ്പ് പോലെയൊക്കെ ഇരിക്കും, ചുമന്ന നിറത്തിൽ. അത് ഞാനും ഉപയോഗിക്കാം. ഡൈനോസർ അല്ല, മേളിൽ ഏതോ റൂമിൽ ഫർണിച്ചർ നീക്കിയതാണ്. അപ്പോൾ ആ ഒരു ടൂത്ത് പേസ്റ്റ് ആയിരുന്നു ഞാൻ ഫസ്റ്റിൽ യൂസ് ചെയ്തത്. അത് ഏകദേശം തീർന്നു, അപ്പം ഞാൻ കളഞ്ഞു. ഇത്ര പെട്ടെന്ന് തീർന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പേസ്റ്റ് ചില സമയത്ത് കൊതിക്ക് ഞാനും ഇവിടെ തേക്കാറുണ്ട്. രാവിലെ വൈകിട്ടൊന്നും, ഞാൻ ഉച്ചയ്ക്കൊന്ന് പല്ല് തേക്കും. എന്തെങ്കിലും അതായത് ഉച്ചയ്ക്ക് എന്തെങ്കിലും നോൺ വെജ് അല്ല, ചിലപ്പം എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ പല്ല് തേക്കുക. ഒരുപാട് നമ്മൾ പല്ല് തേക്കരുതെന്ന് പറയും സത്യം പറഞ്ഞാൽ. ചിലപ്പം എൻ്റെ പല്ലിൻ്റെയൊക്കെ പ്രശ്നം ഞാൻ ഓവറായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പല്ല് തേക്കുമ്പം ഈ സമയങ്ങളിൽ തേക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയിലേക്ക് പോവുകയാണെങ്കിലൊക്കെ ഞാൻ പല്ല് തേക്കും. അന്നേരമൊക്കെ ആദ്യത്തെ പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. കാരണം അത്രയെങ്കിലും കുറഞ്ഞിരുന്നോട്ടെ, പല്ലിന്
ഇതെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ പേസ്റ്റ് പെട്ടെന്ന് തീർന്നത് കേട്ടോ, ആ ഒരു പേസ്റ്റ്. അതിനുശേഷം കഴിഞ്ഞ വട്ടം ഇപ്പം നാട്ടിൽ പോയപ്പം ഞാൻ ഇവിടുത്തെ പേസ്റ്റ് തീരാറായതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല. ചെന്നൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ആദ്യം വാങ്ങിച്ചത് ആദ്യക്കുള്ള പേസ്റ്റാണ്. ഞാൻ പിന്നെ ഞാൻ പിന്നെ ഡോക്ടറിനോട് അത് തന്നെ എടുക്കാൻ പോയില്ല. ഈ ഒരു പേസ്റ്റാണ് ഞാൻ ആദ്യത്തെ പേസ്റ്റാണ്. ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചോട്ടെ ആദ്യം. ഇതാണ് ഞാൻ പിന്നെ ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ച പേസ്റ്റ് കേട്ടോ, കോൾഗേറ്റിൻ്റെ 3 to 5. അപ്പോൾ കോൾഗേറ്റ് 3 to 5 പ്രൊട്ടക്ട്സ് മിൽക്ക് ടീത്ത്, 0% ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, പ്രിസർവേറ്റീവ്സ്, സ്വീറ്റ്നേഴ്സ്, കളേഴ്സ്, നാച്ചുറൽ സ്ട്രോബെറി ഫ്ലേവർ. കുഞ്ഞുങ്ങളുടെ എല്ലാ ഇതും സ്ട്രോബെറി ഫ്ലേവറിലാണ് തോന്നുന്നു വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വാങ്ങിച്ച പേസ്റ്റ്. ഇത് ഫസ്റ്റ് പേസ്റ്റിനേക്കാളും ഒട്ടും തന്നെ പതം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒട്ടും പതം ഉണ്ടായിരുന്നില്ല. കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത് യൂസ് ചെയ്ത പേസ്റ്റ്. പിന്നെ ഇത് തീർന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിന് ഇത്രയും പേസ്റ്റ് ഞാൻ അടിച്ച് കയറത്തില്ല കേട്ടോ. ഞാൻ കുഞ്ഞിനെടുക്കുന്ന പേസ്റ്റ് കാണും, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യത്തേ ഉള്ളൂ ബ്രഷിൽ. അത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, കാരണം എത്രയൊക്കെ ആയാലും കുഞ്ഞുങ്ങൾ ഉള്ളിൽ കുറച്ചൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പുതിയ പേസ്റ്റാണ് അത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അക്വാ ഫ്രഷിൻ്റെ ലിറ്റിൽ ടീത്ത് 3 to 5 ഇയേഴ്സിൻ്റെ ഒരു പേസ്റ്റാണ്. മറ്റേ ഈ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് കളർലെസ് ആട്ടോ, കളർ ഒട്ടും തന്നെ ഇല്ല. അവർ നോ കളർ, 0% ആർട്ടിഫിഷ്യൽ കളർന്ന് എഴുതിയിട്ടുണ്ട്. കളറൊന്നും തന്നെ ഇല്ല, ഒരു കളറും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ അക്വാ ഫ്രഷിനകത്തിൽ കളേഴ്സ് ഉണ്ട്. കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊടിക്കത്തേ ഉള്ളൂ. അത്യാവശ്യം പാതയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മണമാണോ. 2 നേരം ആദ്യം പല്ല് തേപ്പിക്കും കേട്ടോ. ആദ്യം വരുകയും ചെയ്യും പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമാണ് ഈ ഒരു ടൂത്ത് പേസ്റ്റ്. അതിന് ശേഷം ഭയങ്കര ആവേശമാണ്, കാരണം ട്രൈ കളറാണെന്നും പറഞ്ഞിട്ട് ഓടി വരും കേട്ടോ. റെഡും ബ്ലൂവും വൈറ്റും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഓടി വരും. ഞാനും തേച്ചിട്ടുണ്ട് ഇത്. ഐ തിങ്ക് ഞാൻ അത് ഉദ്ഘാടനം ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് തന്നെയാണ്. അപ്പം പിന്നെ ബ്രഷ് യൂസ് ചെയ്യുന്നത് ഇപ്പം നോർമൽ ഏതെങ്കിലും ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിപ്പം ഒരു രണ്ടാഴ്ചയ്ക്ക് മേലെയായി ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ആദ്യത്തെ പേസ്റ്റ് ബ്രഷ് ഞാൻ ഇങ്ങനെ ബ്രിസിൽസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഞാൻ മാറ്റും. കാരണം കുഞ്ഞിന് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചവനെ തേപ്പിക്കുന്നതല്ല. അപ്പോൾ ബ്രിസിൽസ് ഒക്കെ ഇപ്പം ഇങ്ങനെ ആവുമ്പം നമ്മൾ ചിലപ്പോൾ ഇവനും തലയിട്ട് ഇങ്ങനെ കുലുക്കും. അപ്പോൾ ഉദ്ദേശിക്കാത്തടത്തോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഈ ബ്രഷ് കൊണ്ടിട്ട് കുഞ്ഞിനെ മുറിയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രിസിൽസ് ഒന്ന് ഇതാവുമ്പോഴേ ഞാൻ മാറ്റും. അതുകൊണ്ടാണ് നല്ല പുത്തൻ ബ്രഷുകളാണ് ഇവന് ഉപയോഗിക്കുന്നത്. ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ ഞാൻ മാറ്റും. അങ്ങനെ മാസക്കണക്ക് 3 മാസത്തിനുള്ളിൽ നമുക്ക് നോർമലി ബ്രഷ് മാറ്റണം എന്നാണ്. പക്ഷെ ആദ്യം അതിന് മുമ്പേയൊക്കെ ഞാൻ മാറ്റും, ബ്രസിൽസ് ഇതാകുമ്പോഴേ ഞാൻ മാറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആദ്യക്ക് ഒരു 2 വയസ്സ് മുതലാണ് ഞാൻ പേസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1.5 വയസ്സ് മുതൽ ഞാൻ സിലിക്കൺ ബ്രഷ് സ്റ്റാർട്ട് ചെയ്തു. 1 വയസ്സ് മുമ്പ് മുതൽ പല്ല് വന്ന സമയം മുതലേ ഞാൻ വെള്ളം മുക്കി തുടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഓറൽ കെയർ. 2 നേരം മസ്റ്റായിട്ട് പല്ല് തേക്കും, അതിലൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ നേരത്തെ എങ്ങാണോ ഉറങ്ങിപ്പോവാണെങ്കിൽ മാത്രം, എന്നാലും ഞാൻ ഉണർത്താൻ ശ്രമിക്കും. പിന്നെ ചേട്ടൻ പറയടി ഇങ്ങനെ ദ്രോഹിക്കല്ലെന്ന് പറയും. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിക്കും, നീ ഇത്രയൊക്കെ കെയർ ചെയ്ത് നിന്റെ പല്ലെല്ലാം കേടാന്നല്ലോടി പുഴുപ്പല്ലിന്നൊക്കെ വിളിക്കാറുണ്ടോ. പിന്നെ അങ്ങനെയൊക്കെ ഉറങ്ങിപ്പോവാണെങ്കിൽ ഞാൻ ആദ്യം വെറുതെ വിടും. അതർവൈസ് 2 നേരം പല്ല് തേക്കും, മസ്റ്റാണ്. അല്ലേ പല്ല് തേക്കും, നന്നായിട്ട് കുഴിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് ആദിക്കുട്ടൻ്റെ ഓറൽ കെയർ. അത്യാവശ്യം ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് മുട്ടായി തരുന്ന കുട്ടിയാണ്. ലോലിപോപ്പും ചോക്ലേറ്റ്സും ഒക്കെ നന്നായിട്ട് കഴിക്കുന്ന കുഞ്ഞ് തന്നെയാണ്. കൺട്രോൾ ചെയ്യാൻ നോക്കത്തൊന്നുമില്ല. പിന്നെ പീഡിയാഷോർ കുടിക്കും. പീഡിയാഷോർ ആണെങ്കിലും നന്നായിട്ട് സ്വീറ്റ്നസും കളറല്ല ഷുഗറൊക്കെ ആഡഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ
എനിക്ക് പല്ലിൻ്റെ കാര്യത്തിൽ പേടിയായതുകൊണ്ട് ഞാൻ 2 നേരം പല്ല് തേപ്പിക്കും. ഇതുവരെ കുഴപ്പമില്ല, നാളത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഓരോ ബോഡിയുടെ ഇതുപോലെ ഇരിക്കില്ല. ഇപ്പം അത്രയും ഞാൻ കെയർ ചെയ്തിട്ട് എൻ്റെ പല്ലെല്ലാം പ്രശ്നമാണല്ലോ. അതെല്ലാം ഞാനിങ്ങനെ ആദ്യയിലും പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ വക ഞാനൊരു കെയർ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ആദിക്കുട്ടൻ്റെ വായുടെ കാര്യങ്ങൾ. അല്ലേ ആദിക്കുട്ട? അല്ലേ ആദിക്കുട്ട? ആദിക്കുട്ടൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും വേക്കും ആദിക്കുട്ടൻ ഒരു പാവാണ്, ആദിക്കുട്ടൻ ഒരു വില്ലനാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇങ്ങനെയൊന്നും അല്ല. ആദ്യൊരു വിചാരം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ വീഡിയോ കോൾ ചെയ്യുമല്ലോ വീട്ടിലോട്ടൊക്കെ. അപ്പോൾ അമ്മൂമ്മമാരെല്ലാം ഞാൻ വിളിച്ച് കാണിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വിചാരം ഒരുപാട് പേരെ വിളിച്ച് കാണിക്കുക എന്നാണ് ആദ്യയുടെ വിചാരം. കാരണം അല്ലാത്തൊരു സമയത്ത് ആദ്യയോട് ഇപ്പം എന്തെങ്കിലും പറയുവാണെങ്കിൽ ആദ്യക്ക് പോപ്പില്ല എന്നുള്ള സ്റ്റൈലാണ്. ആ സ്റ്റൈലാണ് അവന് ഞാൻ വല്ലതും പറയുമ്പോൾ. പക്ഷേ ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് ഈ പറയുന്നിടയ്ക്ക് അവനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് വിഷമമാവും. അവൻ്റെ വിചാരം ഒരുപാട് പേരുടെ മുമ്പ് വെച്ച് അവനെ കളിയാക്കി അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തു എന്നാണ് അവൻ്റെ വിചാരം. എന്തൊക്കെയോ അങ്ങനെ ഒരു വിചാരങ്ങളൊക്കെ കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുക എന്നാണ് അവൻ്റെ വിചാരം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നുമല്ല, ആള് തകർപ്പനാണ് അല്ലേ? എന്നാ പാവമാണ് കേട്ടോ, എൻ്റെ കൂടെ എല്ലാത്തിനും കൂട്ടി നിൽക്കും. അല്ലേ ആദികുട്ട? ഞാൻ ക്യാമറ ഓണാക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, ആദ്യം ഓണാക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ആദിക്കുട്ട ഒന്നും മിണ്ടല്ലേ, അമ്മ ഇന്ന് വീഡിയോ ചെയ്യുവാണെന്ന് പറഞ്ഞു. അമ്മ പറയുമ്പോഴേ മിണ്ടാവൂന്ന് പറഞ്ഞു. അതാണ് പുള്ളി ഒന്നും മിണ്ടാതത്. അല്ലെങ്കിൽ ഇപ്പം കലപില എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. കഴിഞ്ഞു. എടാ കള്ള എന്ത് വേണം? ഓഫ് ചെയ്യട്ടെ. യെസ്, ഓഫ് ചെയ്തു. ഇങ്ങോട്ട് നോക്കിക്കേ.